പ്രശസ്തമായ ടൈറ്റാനിക് കപ്പൽ ദുരന്തം കേൾക്കുന്ന ആർക്കും യാതൊരുവിധ മുഖവരിയില്ലാതെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു ചരിത്ര സംഭവം. 1912 ഇംഗ്ലണ്ടിലെ സത്തംപ്ടണിൽ നിന്നും യാത്ര പുറപ്പെട്ട് ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അറ്റ്ലാന്റിക്കിലെ മഞ്ഞുമലയിലിടിച്ച് തകർന്നുപോയ കപ്പൽ. ആ കപ്പലിനെ കുറിച്ച് നമുക്ക് സിനിമയിലായാലും മറ്റ് യൂട്യൂബിലായാലും എല്ലാം കണ്ട് നമുക്ക് നല്ല അറിവുണ്ട്. എന്നാൽ കേരളത്തിനും അങ്ങനെ ഒരു കപ്പലുണ്ട്, അങ്ങനെ ഒരു ടൈറ്റാനിക് ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാൻ പറ്റും? കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ആദ്യ കപ്പൽ MV കൈരളി. ആയിരത്തി 1979 ജൂൺ 30 ഒരു തണുത്ത പ്രഭാതം മർമഗോവയിലെ കപ്പൽ തുറമുഖം. അവിടെ നിന്നും MV കൈരളി ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. 1976 സർവീസിൽ വന്നത് തൊട്ട് കഴിഞ്ഞ 3 കൊല്ലം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും MV കൈരളി യാത്ര പോയിട്ടുണ്ട്. ഇതും അതേപോലെ ഒരു സാധാരണ യാത്ര മാത്രമായിരുന്നു MV കൈരളിനെ സംബന്ധിച്ച്. ഏകദേശം 20,000 ടൺ ഇരുമ്പയിരുമായി ജർമ്മനിയിലേക്കാണ് MV കൈരളി യാത്ര പുറപ്പെടുന്നത്. കോട്ടയംകാരനായ മരിയാദാസ് ആണ് കപ്പലിൻ്റെ കപ്പിത്താൻ. അദ്ദേഹത്തിന് നിരവധി യാത്രകൾ പോയി ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ഉൾപ്പെടെ 23 മലയാളികളും 51 യാത്രക്കാരുമാണ് MV കൈരളിയിൽ ഉണ്ടായിരുന്നത്. അറബിക്കടലിലെ ഓളങ്ങളിലൂടെ 4 ദിവസത്തെ യാത്രകൾ, പ്രത്യേകിച്ച് യാതൊരുവിധ പ്രത്യേകതകളുമില്ലാത്ത 4 ദിവസങ്ങൾ. എന്നാൽ പിന്നീട് അങ്ങോട്ട് വലിയ നിഗൂഢതകളുടെ ആഴക്കടലിലേക്കാണ് കൈരളി ചെന്നിറങ്ങിയത്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കപ്പലിൻ്റെ യന്ത്രങ്ങൾക്ക് ചില തകരാറുകൾ ഉള്ളതായി ക്യാപ്റ്റൻ അതോറിറ്റി അറിയിച്ചിരുന്നു. എന്നാൽ അതിന് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്നൊരു ആക്ഷേപം ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ജൂലൈ 8 ആഫ്രിക്കയിലെ ജിബൂട്ടിയിലാണ് ഇന്ധനം നിറയ്ക്കുന്നതിനായി ഷിപ്പ് നിർത്തേണ്ടത്. ഷിപ്പിൻ്റെ ആദ്യ താവളം അവിടെയായിരുന്നു. എന്നാൽ ജൂലൈ 11 ഇന്ധനം നിറയ്ക്കാനായി ഷിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ജിബൂട്ടി തുറമുഖത്തിൽ നിന്നും അറിയിച്ചതോടെയാണ് ഷിപ്പ് മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം കോർപ്പറേഷൻ അറിയുന്നത്. കപ്പൽ കാണാനില്ല എന്ന വാർത്ത പരന്നതോടെ കേരളം മൊത്തം പരിഭ്രാന്തിയിലായി. കപ്പലിലെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചെങ്കിലും അവരിൽ നിന്നും വേണ്ട അനുകൂലമായ മറുപടി ലഭിച്ചില്ല എന്നാണ് ബന്ധുമിത്രാദികളുടെ പരാതി. മാത്രവുമല്ല, കപ്പൽ അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കപ്പലിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള തുക ക്ലെയിം ചെയ്യുന്നതിനാണ് കോർപ്പറേഷൻ ധൃതി കാണിച്ചത് എന്നൊരു ആക്ഷേപം ഇതിനോടൊപ്പം നിലനിൽക്കുന്നു. പിന്നീട് നേവിയുടെയും എയർഫോഴ്സിൻ്റെ എല്ലാം സഹായത്തോടുകൂടി കപ്പലിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടന്നെങ്കിലും കാര്യമായ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. യമനിൻ്റെ സെക്കോത്ര ദ്വീപിൻ്റെ സമീപത്തോടുകൂടി MV കൈരളിയോട് രൂപസാദൃശ്യമുള്ള ഒരു ഷിപ്പ് പാസ് ചെയ്ത് പോകുന്നത് കണ്ടു എന്നുള്ളൊരു വാർത്ത മാത്രമാണ് ഇതിനോടനുബന്ധമായി ലഭിച്ചത്. എന്നാൽ അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും എങ്ങും എത്തിയില്ല. നിരവധി സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കോർപ്പറേഷൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു അന്വേഷണത്തിനായി. KR ലക്ഷ്മണ അയ്യർ, മറൈൻ എഞ്ചിനീയറായ KR ലക്ഷ്മണ അയ്യരെയും പ്രൊഫസർ ബാബു ജോസഫിനെയും ചേർത്തിട്ടുള്ളൊരു കമ്മിറ്റിയായിരുന്നു അത്. ഈ കമ്മിറ്റിയുടെ അന്വേഷണ പ്രകാരം കപ്പൽ കൂറ്റൻ തിരമാലകളിൽ പോയി ഇടിച്ച് തകർന്നിട്ടുണ്ടാവാം എന്നാണ് അവരുടെ ആദ്യ നിഗമനങ്ങൾ വന്നത്. ഇതോടൊപ്പം ചില കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തെ കപ്പൽ നേരിട്ടെന്നും അവർ ഷിപ്പിനെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു നിഗമനവും ഇവർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ 2 നിഗമനങ്ങളും സാധൂകരിക്കുന്നതിന് വേണ്ട തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നതായിരുന്നു സത്യം. കാരണം കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ പിന്നീട് ഒരു മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട് ഒരു കോള് വരികയോ ഒരു ഇൻഫോർമേഷൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ അത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിൻ്റെ ഭാഗമായി മോചനദ്രവ്യം ചോദിക്കുന്നതാണല്ലോ പതിവ്. കൂടാതെ തിരമാലകളിടിച്ച് കപ്പൽ തകർന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണപ്പാടം പോലും അവശേഷിപ്പിക്കാതെ ഷിപ്പിന് മുങ്ങിപ്പോകാൻ കഴിയില്ല. ഒഴുകി നടക്കുന്ന ഒരു കണ്ടെയ്നറെങ്കിലും കടലിന് മുകളിൽ ബാക്കി വയ്ക്കാതെ പോകാൻ കഴിയില്ല. ഇത് രണ്ടും ഇല്ലാത്തിടത്തോളം കൈരളിയുടെ മിസ്സിംഗ് ഇന്നും ദുരൂഹമായി തുടരുകയാണ്. ഒടുവിൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി കോർപ്പറേഷന് നഷ്ടപരിഹാരമായി 6 കോടി രൂപയാണ് കിട്ടിയത്. കപ്പൽ 5.81 കോടി രൂപയ്ക്കാണ് നോർവേയിൽ നിന്നും മേടിച്ചത്. നോർവേയിൽ നിന്ന് ഈ ഷിപ്പ് മേടിക്കുന്ന ടൈമിൽ ഈ ഷിപ്പിൻ്റെ ക്വാളിറ്റിയെ പറ്റി നിരവധി ക്വസ്റ്റ്യൻസ് ഉയർന്നിരുന്നു. കാരണം ഒരുപാട് ഉപയോഗത്തിന് ശേഷം വരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഷിപ്പായിരുന്നു ഓസ്കാർ സോഡ് എന്ന ഷിപ്പ്. ഓസ്കാർ സോഡിനെ നമ്മുടെ കോർപ്പറേഷൻ മേടിച്ച് പിന്നീട് MV കൈരളി എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തെലങ്കാനയും തമിഴ്നാടുമെല്ലാം സ്വന്തമായി ഷിപ്പ് മേടിച്ചപ്പോൾ ഒരു ഷിപ്പ് സ്വന്തമാക്കുക എന്നുള്ള കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ആഗ്രഹപ്രകാരമാണ് ധൃതി പിടിച്ച് ഈ ഷിപ്പ് മേടിച്ചതെന്ന് അന്നു മുതലേ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. എന്തുതന്നെയായാലും നഷ്ടപരിഹാരമായി
ഓരോ കുടുംബത്തിനും 38,000 രൂപ വെച്ച് നൽകി ഷിപ്പിംഗ് കോർപ്പറേഷൻ തങ്ങളുടെ കടമ നിർവഹിച്ചു. കേരളത്തിൽ പോലും ടൈറ്റാനിക്കിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ടൈറ്റാനിക് മുങ്ങിയ വർഷം, ടൈറ്റാനിക്കിന് സംഭവിച്ച ട്രാജഡി, എല്ലാത്തിനെക്കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ സ്വന്തം എം വി കൈരളിയെ മനഃപൂർവ്വം എല്ലാവരും മറക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് എം വി കൈരളിയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. 46 വർഷങ്ങൾക്ക് ഇപ്പുറവും എം വി കൈരളി ദുരൂഹമായി തന്നെ തുടരുകയാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പ് മുങ്ങുന്ന ടൈമിൽ അതിൽ നിന്നും ഒരാളെങ്കിലും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ എം വി കൈരളിയെ സംബന്ധിച്ച് നാളിന്ന് വരെ രക്ഷപ്പെട്ട ഒരാളെക്കുറിച്ച് പോലും നമുക്കൊരു ധാരണയുമില്ല. വെള്ളിത്തിരയിൽ എം വി കൈരളിയുടെ കഥ ഒരുങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 2018 മലയാളികളെ വിസ്മയിപ്പിച്ച ജൂൺ ആൻ്റണിയാണ് ചിത്രത്തിൻ്റെ സംവിധായകനെന്നും നിവിൻ പോളി ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി വരുന്നു എന്നുള്ളതുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ കാലങ്ങളായി ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിൽക്കുന്നു. എം വി കൈരളിയെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം വരികയാണെങ്കിൽ പേഴ്സണലി അത് വളരെ നല്ലൊരു കാര്യമായി ഞാൻ കാണുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം വി കൈരളിയെക്കുറിച്ച് അറിയാത്ത ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ കഥ പറഞ്ഞപ്പോൾ അതിനൊരു പൂർണ്ണത കണ്ടെത്താൻ അതിൻ്റെ മേക്കേഴ്സിന് കഴിഞ്ഞിരുന്നു. എന്നാൽ എം വി കൈരളിയുടെ കഥ പറയുമ്പോൾ അതിനൊരു പൂർണ്ണത കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം എന്താണ് എം വി കൈരളിക്ക് സംഭവിച്ചതെന്ന് ഇന്നും നിഗൂഢമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ചിലപ്പോൾ എനിക്കറിയാത്തൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയുമെങ്കിൽ അതും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ്, ലൈക്ക്, കൂടാതെ സബ്സ്ക്രൈബ് അത് വളരെ വാല്യുബിൾ ആണ്. അത് ഞങ്ങൾക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക.